by correspondence principle. Niels Bohr ആണ് correspondence principle നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ എന്താണ് ഈ correspondence principle? നമ്മുടെ ആറ്റത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജി, ആ എനർജി എന്ന് പറയുന്നത് പെർട്ടിക്കുലർ എനർജി ലെവൽ, അതായത് ഒരു ഇലക്ട്രോൺ അപ്പർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ലോവർ എനർജിയിൽ നിന്ന് അപ്പർ എനർജിയിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, സോ ഒരു ആറ്റത്തിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെയുള്ളൊരു ഇലക്ട്രോൺ, ഓക്കെ, സോ അതുപോലെ ഫസ്റ്റ് ഓർബിറ്റ് ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് ജമ്പ് ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെയുള്ള ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് എന്താ, -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, -13.6 ഇലക്ട്രോൺ വോൾട്ട് ബൈ n² ആണ്. ഇവിടെ n = 1. then ഫസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺ തേർഡ് ഓർബിറ്റിലേക്ക് പോകാൻ. അപ്പോൾ ഈ തേർഡ് ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി എന്തായിരിക്കും? ദാറ്റ് ഈസ് E3 = -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ 9, അതിന് 3² വരും. ഓക്കെ, സോ ഇവിടെ n = 1 ആണ്. അപ്പം ഇവിടുന്ന് ഇവിടത്തേക്ക് ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് തേർഡ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ രണ്ട് എനർജി ഡിഫറൻസ്, ആ എനർജി ഡിഫറൻസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു എമിറ്റ് ചെയ്യുന്ന ഈ എനർജിയുടെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇലക്ട്രോൺ സ്റ്റേഷനറി ഓർബിറ്റിന്റെ ഫ്രീക്വൻസിയും ഈക്വൽ അല്ല. ഓക്കെ, രണ്ട് കേസിലും ഡിഫറെന്റ് ആണ്. കാരണം സ്റ്റേഷനറി ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയും അതുപോലെ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയും ഈക്വൽ അല്ല. ഓക്കെ, സോ അതെപ്പോഴാണ് ഈക്വൽ ആവുക? അത് ഹയർ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ, അതായത് n വളരെ കൂടുതലാകുന്ന സമയത്ത് the emitted frequency and the rotational frequency of electrons are equal. Okay, this correlation, the correlation between the emitted frequency of electron and the rotational frequency of electron is explained by the correspondence principle. Okay, actually correspondence principle പറയുന്നത്, അതായത് ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രോൺ ന്യൂക്ലിയസ് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്നത് ഹയർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്ന സമയത്താണ്, അതായത് ഓർബിറ്റിന്റെ എണ്ണം കൂടുന്ന സമയത്താണ്. നമുക്കറിയാം ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റിലൊക്കെ ഇലക്ട്രോൺസ്, അല്ലെ, എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഡിസ്ക്രീറ്റ്. അപ്പോൾ ഹയർ ലെവലിലേക്ക് പോകുന്തോറും ഓർബിറ്റൽ സ്റ്റേഷനറി ഓർബിറ്റ് കൂടുതൽ അതിലേക്ക് പോകുന്തോറും നമുക്കറിയാം എനർജി ആർ കണ്ടിന്യൂസ്. ഓക്കെ, ദെൻ ഡിസ്ക്രീറ്റ് എനർജി എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് ആണ്. കണ്ടിന്യൂസ് എനർജി എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്കൽ കൺസെപ്റ്റ് ആണ്. സോ കോറിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടം മെക്കാനിക്കൽ എനർജി കൺസെപ്റ്റ് and classical mechanical energy concept is explained by the correspondence principle of Niels Bohr. Okay, so this is correspondence principle. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ correspondence principle നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു, അല്ലേ? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിലെ വെലോസിറ്റി എന്തായിരിക്കും? ഓക്കെ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, സ്പീഡ് ഓഫ് ഇലക്ട്രോൺ, that is 2πr divided by t എന്നായിരിക്കും. ഞാൻ ഇവിടെ r നെ സ്മോൾ r കൊടുക്കാം. that is equation number 1. That is the rate is. Then we know that 1/t. അപ്പോൾ ഇവിടെ ഇത് ഇവിടെ നോക്കുന്നത് ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. that is v divided by 2πr. that is equation number 2. Okay, so this 1/t is known as frequency. ഇതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. that is f equal to v divided by 2πr. Okay,
then നമുക്ക് v നമുക്കറിയാം അല്ലേ v കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് അതായത് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം അവിടെ സർക്കുലർ മോഷനിൽ എന്താ ഉണ്ടാവുക സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ട് that centripetal force equal to mv square by r അല്ലേ ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അതായത് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ എങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഓക്കെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈ സെൻട്രിപീറ്റൽ ഫോഴ്സിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബാലൻസ് ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ റൊട്ടേഷൻ നടക്കുന്നത് അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അതായത് 1/4πε0 അല്ലേ ഇലക്ട്രോണും ഇവിടെയുള്ള പ്രോട്ടോണും രണ്ടിന്റെയും ചാർജ് ഈക്വൽ ആണ് ദാറ്റ് ഈസ് അതുകൊണ്ട് e square divided by r square that is equation number 4 okay then this r and r square cancel okay so v square equal to e square divided by 4πε0 okay m r okay that is equation number 5 അങ്ങനെയാണ് v എന്ത് വരും v equal to e divided by root of 4πε0 mr that is equation number 6 okay equation number 6 okay v equal to e divided by root of 4πε0 mr ഇനി നമ്മൾ ഈ v എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതായത് ഇവിടെ നമുക്കറിയാം f ൽ ഇവിടെ v ഉണ്ട് അപ്പോൾ നമ്മൾ v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ എന്താ വരിക equation 6 substituted in 3 6 in 3 let's do it നമുക്ക് നോക്കാം f equal to എന്താ വരിക e divided by ഇവിടെ 2π ഉണ്ട് then r ന്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് r ന്റെ വാല്യൂ അല്ലേ 2π 2π ഇവിടെ ഉണ്ട് അതായത് v യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ v e divided by then e 2π r ഇവിടെ എഴുതുക 4π okay epsilon 0 m r okay so e divided by 2π r no root of 4π epsilon 0 m r that is equation number 7 okay f equal e divided by 2π r root of 4π epsilon 0 m r so f നമുക്കറിയാം then ഇവിടെ ഞാൻ r ഉം അതുപോലെ ഇതെന്താ r⁻²ആണ് ഞാൻ ഒന്ന് മാറ്റി എഴുതുന്നു that is f equal to e divided by 2π okay into ഇവിടെ r ഉണ്ട് ഇവിടെ r⁻² ഉണ്ട് അപ്പോൾ എന്താ വരിക r⁻1 ഉം r⁻², അതായത് r⁻1 ഉണ്ട് r⁻² ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് റൂട്ടിനുള്ളത് അവിടെ തന്നെ എഴുതുക that is 4π epsilon 0 m that is equation number 8 okay അപ്പോൾ f equal to e divided by 2π r⁻1 into r⁻² that is r⁻3/2 3/2 into root of 4π epsilon 0 m that is equation number 9 okay then നമുക്ക് r ന്റെ വാല്യൂ അറിയാം എന്താണ് epsilon 0 okay h² divided by pi m e square into n². Okay. Epsilon 0 h² divided by pi m e square into n². So ഇതിനെയാണ് നമ്മൾ ബോർ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ rn equal to a0 into n² എന്ന് പറയാം. അതിന്റെ വാല്യൂ ആണ് ഇത്. a0 യുടെ വാല്യൂ നമുക്കറിയാം 0.528 ആംഗ്സ്ട്രോം എന്നാണ്. ഓക്കേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് r ന്റെ വാല്യൂ ആണ്. ഓക്കേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ r⁻2 ഇവിടെ r⁻3/2 ആണ് അല്ലേ? r⁻3/2 യുടെ വാല്യൂ എന്തായിരിക്കും? r⁻3/2 എന്തായിരിക്കും വാല്യൂ? നോക്കാം. r⁻3/2 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എന്താ epsilon 0 അല്ലേ?
all raised to 3 by 2. Then പിന്നെ h ന്റെ എന്താ വരിക h സ്ക്വയർ ഓൾറെഡി ഉണ്ട് പിന്നെ 3 by 2 എന്ന് പറയുമ്പോൾ 2 ക്യാൻസൽ ആയിട്ട് h ക്യൂബ് വരും പിന്നെ n സ്ക്വയർ ഇവിടെ ഉണ്ട് പിന്നെ ഒരു 3 by 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് n ക്യൂബ് വരും ഓക്കെ ഡിവൈഡഡ് ബൈ അല്ലേ പിന്നെ 5 raised to 3 by 2 ഓക്കെ പിന്നെ m raised to 3 by 2 ഓക്കെ then ഈ സ്ക്വയർ അവിടെ ഉണ്ട് പിന്നെ 3 by 2 എന്ന് പറയുമ്പോൾ ഇത് വരും അല്ലേ ഇതാണ് നമ്മുടെ r raised to 3 by 2 യുടെ വാല്യൂ അപ്പോൾ r raised to 3 by 2 നമ്മൾ മാറ്റി എഴുതാം that is എന്താ വരിക epsilon 0 3 by 2 then h cube പിന്നെ n cube divided by 5 raised to 3 by 2 m raised to 3 by 2 epsilon 0 epsilon cube എന്താണ് 0 ആണ് epsilon 0 ഇനി എന്ത് ചെയ്യണം ഈ r raised to 3 by 2 ഓക്കെ ഇത് നമുക്ക് ഇക്വേഷൻ 11 തന്നെ കൊടുക്കാം ഓക്കെ ഇത് ഇക്വേഷൻ 11 അപ്പോൾ ഈ 11 എടുത്തിട്ട് നമ്മൾ ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ ഇക്വേഷൻ 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവിടെ 9 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ എന്നാൽ എന്താ വരിക ഇത് നേരെ ഇതിലേക്ക് വരും അല്ലേ ദാറ്റ് ഈസ് f equal to എന്ത് വരും ദാറ്റ് ഈസ് e okay e divided by 2 pi okay 2 pi ഇതാണ് തന്നെ നമുക്ക് എഴുതാം root of 4 pi epsilon 0 n അല്ലേ പിന്നെ ഇതിന്റെ ഇത് മുകളിൽ വരും pi raised to 3 by 2 m raised to 3 by 2 epsilon 0 cube divided by epsilon raised to 3 by 2 then h cube n cube अब ये epsilon 0 റൂട്ടിൽ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ 3 by 2 ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ f equal to e pi raised to 3 by 2 m raised to 3 by 2 epsilon 0 cube divided by 2 pi root of 4 pi epsilon 0 m epsilon 0 raised to 3 by 2 h cube n cube okay that is equation number 12 equation number 12 okay so this is the frequency ഈ frequency നമ്മൾ പിന്നെ സിംപ്ലിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഈ frequency നമ്മൾ എന്ത് ചെയ്യുന്നു സിംപ്ലിഫൈ ചെയ്യും നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് f equal to ഈ വാല്യൂ f equal to m e raised to 4 divided by 4 epsilon 0 square h cube n cube okay m e raised to 4 divided by 4 epsilon square h cube n cube കാരണം ഇവിടെയുള്ള ഇതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ that equation is 13 equation 13 okay നമുക്ക് ഇത്ര വരെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം നമുക്കറിയാം അതായത് v equal to electron revolve ചെയ്യുമ്പോൾ v എന്ന് പറയുന്നത് speed equal to 2 pi r by t that is equation number 1 then v divided by 2 pi r equal 1 by t that is equation number 2 then frequency equal to v divided by 2 pi r that is equation number 3 then നമുക്ക് velocity കാണണം അത് നമുക്കറിയാം ഇലക്ട്രോൺ ആറ്റത്തിന് ചുറ്റും എന്ത് ചെയ്യുന്ന ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ revolve ചെയ്യാണ് അപ്പോൾ അവിടെ centripetal force ഉണ്ട് that is mv square by r that force equal electrostatic force that is equal 1 by 4 pi epsilon 0 square by r square that is equation number 4 so ഈ r square cancel ചെയ്തു then v square equal e square divided by 4 pi epsilon 0 mr that is equation number 5 then v equal to e divided by root of 4 pi epsilon 0 mr that is equation number 6 okay then നമ്മൾ എന്താ ചെയ്യുന്നത് അടുത്തത് ആ v യുടെ വാല്യൂ അല്ലേ v യുടെ വാല്യൂ നമ്മൾ substitute ചെയ്യാൻ ചെയ്യുന്നത് v യുടെ വാല്യൂ 6 in 3 equation 6 in 3 that is f equal to e divided by 2 pi r into root of 4 pi epsilon 0 mr that is equation number 7 then f equal to അപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ r raised to 1 ഉണ്ട് ഇവിടെ r raised to 1 by 2 ഉണ്ട് കാരണം root r എന്ന് പറഞ്ഞാൽ r raised to 1 by 2 ആണ് അപ്പോൾ ഇത് പുറത്തെടുത്തു 2 pi into r raised to 1 r raised to 1 by 2 into root of 4 pi epsilon 0 m
അപ്പോൾ എന്താ വരിക ഇവിടെ r raised to 3 by 2 വരും f equal to e divided by 2 pi into r raised to 3 by 2 root of 4 pi epsilon 0 m. Okay, then we know that the radius of the Bohr orbit, like stationary orbit, the radius എന്ന് പറയുന്നത് എന്താണ് epsilon 0 h square by pi m e square n square. That is equation 1. So this is r. അങ്ങനെയാണെങ്കിൽ r raised to 3 by 2 എന്തായിരിക്കും epsilon 0 all raised to 3 by 2 h square all raised to 3 by 2 n square 3 by 2 2 cancel. Okay, then pi raised to 3 by 2 m raised to 3 by 2 epsilon 0 raised to 2 into 3 by 2. Okay, so then r raised to 3 by 2 something epsilon 0 raised to 3 by 2 h cube n cube divided by pi raised to 3 by 2 n raised to 3 by 2 epsilon 0 cube. Okay, so ഈ equation 11 നമ്മൾ എന്ത് ചെയ്യുന്നു 9 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് equation f equal to e raised to pi raised to 3 by 2 m raised to 3 by epsilon 0 cube, then 2 pi root of 4 pi epsilon 0 m epsilon 0 raised to 3 by 2 h cube and n cube, h cube and n cube. That is equation number 12. Then this number solve here, okay, cancel it, okay, cancel it. Now finally we get f equal to m e raised to 4 divided by 4 epsilon 0 square h cube n cube. Okay. Equation 13 ഞാൻ ഇവിടെ മാറ്റി ചെയ്തിട്ടുണ്ട് f equal to m e raised to 4 divided by 4 epsilon 0 square, okay, h cube n cube. That is equation 13. Then electron ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് q equal to m e raised to 4 divided by 8 epsilon 0 square h cube into 1 by nj square minus 1 by ni square. nj ni എന്ന് പറയുന്നത് ഇനീഷ്യൽ ഏത് ഓർബിറ്റിൽ നിന്നാണോ എമിറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ni. സോ ni ഞാൻ ഇവിടെ ni എടുക്കുന്നു, ni equal to m. Then nj എന്ന് പറയുന്നത് എന്താ, nj equal to എന്തായിരിക്കും, അതായത് ഏത് ഓർബിറ്റിലേക്കാണോ ജമ്പ് ചെയ്യുന്നത് ഞാൻ n minus p എന്ന് എടുക്കുന്നു. ഓക്കെ, where p equal to 1 2 3 ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, തൊട്ടടുത്ത ഓർബിറ്റിൽ നിന്ന് അതിലേക്ക് ജമ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന, അങ്ങനെയുള്ള അർത്ഥത്തിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഈ കണ്ടീഷൻ. ദാറ്റ് ഈസ് ന്യൂ ഈക്വൽ ടു m e raised to 4 divided by 8 epsilon 0 square h cube പിന്നെ എന്താ nj ക്ക് കൊടുക്കുക n minus e, that is 1 by n minus p whole square minus 1 by n square. That is equation number 15. നമുക്ക് ഇതിന്റെ LCM ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. ദാറ്റ് ഈസ് ന്യൂ ഈക്വൽ ടു, ഓക്കെ, ന്യൂ ഈക്വൽ ടു ദാറ്റ് ഈസ് m e raised to 4 divided by 8 epsilon 0 square h cube into, okay, ഇവിടെ എന്ത് കൊടുക്കാം n square, ഇങ്ങോട്ട് കിടക്കണം അല്ലേ, n square minus, okay, minus of n minus p whole square, okay, divided by n minus p whole square into n square. That is equation number 16. Equation 16. That is new equal to m e raised to 4 divided by 8 epsilon 0 square h cube. ഇത് a minus b whole square എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ n square minus of n square minus 2np plus p square divided by n minus p whole square into n square. Okay, n square. ഇതിനെ നമുക്ക് 17 നോക്കാം, ഇക്വേഷൻ 17. ഓക്കെ, ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഈക്വൽ ടു m e raised to 4 divided by
8 epsilon 0 square h cube. H cube open ചെയ്യാണ് n square minus n square plus 2np, okay, minus p square, okay, divided by n minus p all square into n square. That is equation number 18. നമുക്ക് ഇവിടെ n square minus n square cancel. Then condition, we know that n is very large. That the large quantum numbers, the case of large quantum numbers, the prediction of classical physics is equal to the prediction of quantum physics. That is correspondence principle. Now n is very large. The principal quantum number is very large. നമുക്കറിയാം p എന്ന് പറയുന്നത് എന്താ p വളരെ ചെറുതാണ്. That is n is much greater than p. Okay, that means അപ്പോൾ നമുക്ക് ഒരു അപ്രോക്സിമേഷൻ എടുക്കാം 2np minus p square approximately equal to 2np എന്ന് എടുക്കാം. ഓക്കേ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം എന്താ n minus p all square that is equal to, that is approximately equal to n square എന്ന് എടുക്കാം. ഓക്കേ, കാരണം n വളരെ വലുതാവുന്നു, ആ ഒരു കണ്ടീഷനാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ p എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് അപ്രോക്സിമേഷൻ 2np minus p square approximately equal to np. Okay, then n minus p all square approximately equal to n square. അപ്പോൾ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, that is mu equal to m, okay, e raised to 4 പിന്നെ divided by 8 epsilon 0 square, okay, h cube, അപ്പോൾ ഇതെന്തായി 2np minus p square എന്നുള്ളത് 2np ആയി. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു 2np divided by പിന്നെ എന്താ വരുന്നത് n minus p square n square ആവും. അപ്പോൾ ഇതിന് ഇവിടെ n square വീണ്ടും n square into n square എത്രയാ n raised to 4. അപ്പോൾ ഈ n raised to 4 ഉം n ഉം കൂടി cancel ചെയ്തു. That is mu equal to m e raised to 4. പിന്നെ ഈ 2 8 ൽ പോയി. അപ്പോൾ എന്താ വരിക p divided by 4, okay, 4 epsilon 0 square h cube n cube അല്ലേ. ഇതിന് നമുക്ക് ഇക്വേഷൻ 19 എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 19. ഓക്കേ, 19. then p equal to 1. നമ്മൾ തൊട്ടടുത്ത ഓർബിറ്റിൽ ആണ് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ p equal to 1. അപ്പോൾ ഇക്വേഷൻ എന്താവും mu equal to m e raised to 4 divided by 4 epsilon 0 square h cube into n cube. So this is equation number 20. Equation 20. So mu equal to m e raised to 4 divided by 4 epsilon 0 square h cube n cube. Okay, equation 20. We equation 20, equation 30 move. This is equation number 20. This is equation number 30. Now this rendu onnenne m e raised to 4. Ivide inde m e raised to 4. Then 4 epsilon 0 square, 4 epsilon 0 square h cube n cube. So this is h cube n cube. Appo നമ്മളെ ഇലക്ട്രോൺ ഓർബിറ്റൽ ഫ്രീക്വൻസിയും ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഒരു ഓർബിറ്റിൽ തൊട്ട് ഓർബിറ്റിലേക്ക് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഇവിടെ ഈക്വൽ ആണ്. എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ലാർജ് ക്വാണ്ടം നമ്പർ the prediction of classical physics is equal to the prediction of quantum physics. So this is known as correspondence principle. The Niels Bohr's correspondence principle idanu parayunnathu, idanu ivide prove cheyyunnathu. So you just onnoodi njan parayam, nammala equation 13 ivide maatti ediyittunde. Then this is the frequency, adayathu oru orbit mattu orbittilekku electron jump cheyyunnalla frequency aanu njan ivide ediyathu m e raised to 4 divided by 8 epsilon 0 square h cube into 1 by nj square minus 1 by ni square. That is equation 40. Okay, then ni was the initial orbit, that is ni equal to n, then nj equal to n minus p, then p equal to 1 2 3 etc.
Okay. ഞാൻ ഈ രണ്ട് കണ്ടീഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then nu equal to m e raised to 4 divided by 8 epsilon 0 square h cube into 1 by n minus p square minus 1 by n square. That is equation number 50. Then nu equal to നമ്മളത് സോൾവ് ചെയ്യുന്നു. Nu equal to m e raised to 4 divided by 8 epsilon 0 square h cube into n square minus of n minus p whole square divided by n minus p square n square. That is equation number 60. Then nu equal to m e raised to 4 divided by 8 epsilon 0 square h cube into n square minus of n square minus 2np plus p square divided by n minus p whole square minus n square. Okay, now expand ചെയ്യുന്നു. Then we get nu equal to m e raised to 4 divided by 8 epsilon 0 square h cube into n square minus n square plus 2np minus p square divided by n minus p square into n square. That is question number 80. So we know that n is very large. Okay, a very large case il maatrame energy levels continuous aavu. Appade idu namukku apply cheyan vedipadu. So n is much greater than p. Appo namukku approximation method edutha 2np minus p square approximately equal to 2np, then n minus p whole square equal to n square. So these are the condition and delay substitute ചെയ്യുന്നു. Then equation become nu equal to m e raised to 4 2np divided by 8 epsilon 0 square h cube n raised to 4. Okay, അവർക്ക് ക്യാൻസൽ ചെയ്ത് 2 8 പോയി. അതുപോലെ തന്നെ ഇവിടെ n raised to 4 ഒക്കെ പോയി. Then nu equal to m e raised to 4 p divided by 4 epsilon 0 square h cube n cube. That is equation number 90. Okay, here p equal to 1. അടുത്ത ഓർബിറ്റ് എന്നാണ് വരുന്നത് എന്നുള്ള കൺസെപ്റ്റ്. Then nu equal to m e raised to 4 divided by 4 epsilon 0 square h cube n cube. So that is equation number 20. So equation 20 and equation 13 are equal. That means very large quantum number. The case of very large quantum number, the prediction of classical physics is equal to the prediction of quantum physics. Okay, this is Niels Bohr's correspondence principle. തനിച്ചുണ്ണാനുള്ളതല്ലീ ഉലകമുണ്ണി, ചതിച്ചു നേടുവാനല്ല പഠിത്തമുണ്ണി. തനിച്ചുണ്ണാനുള്ളതല്ലീ ഉലകമുണ്ണി, ചതിച്ചു നേടുവാനല്ല പഠിത്തമുണ്ണി. കൊതിച്ചോളൂ കുതിച്ചോളൂ മത്സരിച്ചോളൂ, മതിക്കാതെ മതിയോളം രസിച്ചുകൊള്ളൂ. കൊതിച്ചോളൂ കുതിച്ചോളൂ മത്സരിച്ചോളൂ, മതിക്കാതെ മതിയോളം രസിച്ചുകൊള്ളൂ.